ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തെന്ത് എന്ന് വിളിച്ചോതുന്ന തരത്തിലേക്കുള്ള പ്രകടനം അത് നമുക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് കാണാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ എയർക്രാഫ്റ്റുകൾ കാര്യമായി നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ അത് ഈ പറയുന്ന കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും എയർക്രാഫ്റ്റുകളെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം. നമ്മൾ ഈ ശംഖുമുഖത്തേക്ക് വരാൻ പോകുന്നത് എത്ര എയർക്രാഫ്റ്റുകളാണ്? 32 എയർക്രാഫ്റ്റുകൾ, 32 വിമാനങ്ങൾ. ആ 32 വിമാനങ്ങളിൽ നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്ന പല വിമാനങ്ങളുണ്ട്. അത് സീ കിങ്, ഡോർണിയർ, സീ ഹോക്ക്, ചേതക്ക്, P8 ഉൾപ്പെടെ പലതരത്തിലുള്ള വിമാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓയിൽ റിഗ് എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രകടനത്തിന് എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട ആ ഡെമോയുടെ തൊട്ട് മുൻപുള്ള നീക്കങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കപ്പലുകളിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും അതിൻ്റെ രക്ഷാപ്രവർത്തനം, അതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ശംഖുമുഖം തീരത്തേക്ക് ചെറിയൊരു കപ്പലിൽ അടുത്ത നമ്മുടെ നാവികസേനാംഗങ്ങളെ നമ്മൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ രക്ഷാപ്രവർത്തനം എങ്ങനെയാക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അതുണ്ടാകും. നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മളുടെ എയർക്രാഫ്റ്റുകൾ അല്പസമയത്തിനുള്ളിൽ കുറച്ചുകൂടി ശംഖുമുഖം തീരത്തോട് കുറച്ചുകൂടി അടുത്ത് നമുക്ക് അവരുടെ പ്രകടനം വീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതും വരും മണിക്കൂറുകളിൽ വരും മിനിറ്റുകളിൽ ഒരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ അഭ്യാസ പ്രകടനങ്ങൾ ഡെമോ ഇത് നീണ്ടു നിൽക്കുന്നത് 53 മിനിറ്റാണ്. ഏതാണ്ട് 53 മിനിറ്റ് വരെ 6:04 വരെ 6 അല്ലെങ്കിൽ 6:08 വരെ ഇതിൻ്റെ ഇക്കാര്യങ്ങൾ ഉണ്ടാകും. ഈ ഹോൺ പൈപ്പ് ഡാൻസോട് കൂടിയാണ് ഈ ഡെമോ അവസാനിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇന്ത്യൻ നാവികസേന അവരുടെ കരുത്ത് കാട്ടുകയാണ് ശംഖുമുഖത്ത്. ഏതാണ്ട് 1 മണിക്കൂറായി തുടങ്ങിയിരിക്കുന്നു അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ. അവരുടെ ബാൻഡ് പ്രകടനങ്ങൾ കഴിഞ്ഞു, അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ദൂരെ ആകാശത്ത് നിന്ന് നമ്മളുടെ അഭിമാനകരമായിട്ടുള്ള എയർക്രാഫ്റ്റുകൾ അതിങ്ങനെ പറന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതും ഒരു ഡെമോയാണ്. ആ ഡെമോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൂരെ ഒരു 2 എയർക്രാഫ്റ്റുകൾ വരുന്നുണ്ട്. അത് ഏതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാഴ്ചയിൽ ഒരു വ്യക്തത കുറവുണ്ട്. അത് സീ കിങ് ആണോ സീ ഹൗക്ക് ആണോ ചേതക്കാണോ എന്നുള്ള കാര്യം മാത്രം ചേതക്കാണ് അത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മുൻപും സമാനമായിട്ടുള്ള പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ നമ്മളുടെ എയർക്രാഫ്റ്റുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗം അതിന് ഡെമോ കാണിക്കാൻ വേണ്ടി ശംഖുമുഖം തീരത്തേക്ക് അടുക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇന്ത്യൻ നേവി ഇതുവരെ ചെയ്തിട്ടുള്ള അവരുടെ ഓപ്പറേഷനുകളുടെ ഒക്കെ ഒരു ഡെമോ അത് നമുക്ക് കാണാൻ സാധിക്കും. കേവലം അത് കുറച്ച് വർഷങ്ങൾ മുൻപുള്ളത് മാത്രവുമല്ല, ഈ പലതരത്തിൽ നമ്മളുടെ ഇന്ത്യൻ നേവി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ എയർഹോക്ക് അടക്കം, ഡോണിയർ അടക്കം, മിഗ് ഫൈറ്റ് ജെറ്റുകൾ അടക്കം നമുക്ക് മിഗ് ഫൈറ്റ് ജെറ്റുകളുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മിഗ് ഫൈറ്റ് ജെറ്റുകൾ അതും ഈ ഷോയുടെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേതക് M3 MH-16 ഹെലികോപ്റ്ററുകളുണ്ട്. INS-ന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ INS കൊൽക്കത്ത തുടങ്ങിയ ഷിപ്പുകൾ, അന്തർവാഹിനികൾ എന്നിവയുടെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. INS വിക്രാന്ത്, വിക്രമാദിത്യൻ എന്നീ യുദ്ധക്കപ്പലുകൾ അതിൻ്റെയൊക്കെ ഒരു പ്രകടനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡെമോ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഫൈറ്റിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ഒരു കരുത്തുറ്റ രക്ഷാപ്രവർത്തനം അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി തൊട്ടടുത്ത ഘട്ടവും സമാനമായ രീതിയിൽ തന്നെയുള്ള മറ്റൊരു രക്ഷാപ്രവർത്തനമാണ്. അത് നമുക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും. ഈ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകും. ഈ കോമ്പോസിറ്റ് ഫ്ലൈ പാസ്റ്റുകൾ ഉണ്ടാകും. അതാണ് ഒരു പക്ഷേ കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ മനോഹരമാവുക അല്ലെങ്കിൽ നമ്മളെ കോരിത്തരിപ്പിക്കുക. അത് കോമ്പോസിറ്റ് ഫ്ലൈ പാസ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവസാനം ഏതാണ്ട് 6:08 ഹോൺ പൈപ്പ് ഡാൻസോടുകൂടിയാണ് ഈ പ്രകടനങ്ങൾ അവസാനിക്കുന്നത്. ഇപ്പോൾ ശംഖുമുഖം തീരത്ത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.